നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാസം 2000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയും തുടർന്ന് മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി ലഭിക്കുമോ, എന്താണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്നതുകൂടി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്കറിയാം, ഇപ്പോൾ മാസം 2000 രൂപയാണ് നമുക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ കൈകളിലും അക്കൗണ്ടിലും എത്തിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി തന്നെ മുഴുവൻ ആളുടെയും കൈകളിലും പണം എത്തിയിട്ടുണ്ട്. ജൂൺ മാസത്തിലെ പെൻഷൻ ലഭിച്ച ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതായാലും അടുത്ത മാസം മുതൽ, അതായത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇനി നടക്കാനുള്ളത്. നമുക്കറിയാം, ഈ മാസം അവസാനത്തിലാണ് ഓണം വരുന്നത്. അതിന് മുന്നോടിയായി തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് പുതിയ സർക്കാർ പറഞ്ഞിരുന്നത് അധികാരത്തിൽ വരികയാണെങ്കിൽ പെൻഷൻ 3000 രൂപയാക്കുമെന്നുള്ളത്. അതിലേക്കുള്ള പ്രാരംഭ നടപടികളും മറ്റുമെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഓണത്തിന് മുമ്പ് തന്നെ 3000 രൂപയുടെ പെൻഷൻ വിതരണം സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും കാത്തിരിക്കാം. കഴിഞ്ഞ മാസങ്ങളെല്ലാം പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ഈ മാസവും തുടർന്ന് മാസവും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മസ്റ്ററിങ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. വെറും 40% ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നിർബന്ധമായിട്ടും മസ്റ്ററിങ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾ നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളുമായി കാര്യങ്ങൾ സംസാരിച്ച് അവരെ കൂടി മസ്റ്ററിങ് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങുക. നമുക്കറിയാം, ഈ മസ്റ്ററിങ്ങിൻ്റെ സമയം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ സൈറ്റ് ഓപ്പൺ ആവുകയില്ല. പിന്നീട് അവർക്ക് ഒരു കാലത്തും പെൻഷൻ ലഭിക്കുകയില്ല. നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിലെ പ്രായമുള്ള ആളുകളൊന്നും ചിലപ്പോൾ വാട്സാപ്പ്, ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഇക്കാര്യം പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിർബന്ധമായിട്ടും കാര്യം ശ്രദ്ധിക്കണം. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നാട്ടിൽ നല്ല മഴയാണിപ്പോൾ. ഈ മഴയുടെ സമയത്ത് പല സമയത്തും ഇലക്ട്രിസിറ്റി പ്രോബ്ലങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാറില്ല. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കുന്ന സമയത്ത് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട അവരോട് ഒരു കാര്യം കൂടി ചോദിക്കണം. ഞാൻ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ടോ എന്നുള്ളത് അവർക്ക് നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യമുള്ള ആളുകൾ അക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും മുടക്കമില്ലാതെ തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്താണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ഈ ഒരു പെൻഷൻ ലിസ്റ്റിൽ ഒരുപാട് അനർഹമായ ആളുകൾ കടന്നുകൂടുകയും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ പദ്ധതി തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ സർക്കാർ അത് നിർത്തലാക്കിയതായി ഔദ്യോഗികമായി നമ്മെ അറിയിച്ചിട്ടില്ല. സർക്കാർ അവസാനം പറഞ്ഞ കാര്യം അതിൽ അനർഹമായ ഒരുപാട് ആളുകളുണ്ടെന്നും അവരെ കണ്ടെത്തി ഈ പട്ടിക ഒന്ന് പുതുക്കിയ ശേഷം മാത്രമായിരിക്കും പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുകയുള്ളൂ എന്നുമാണ്. ഏതായാലും കാത്തിരിക്കാം. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പോഴും ഇതുവരെ ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഒന്നും പറയാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.